ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഡേ മൈ ലൈഫ് എന്നെല്ലാം പറയും പോലെ നമ്മൾ ട്രിപ്പിൻ്റെ ചെറിയൊരു ഭാഗത്തൊരു സംഭവങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ട് ഞാനിപ്പോൾ ഉള്ളത് സുൽത്താൻ ബത്തേരിയാണ്. ഇവിടെ അഗോഡയിൽ നോക്കിയപ്പോൾ 500 രൂപയ്ക്ക് റൂം കിട്ടി. ഗായ്സ്, 500 രൂപേൻ്റെ റൂമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. നൈസ് റൂം അല്ലേ. അഗോഡയിൽ എന്തോ മെഗാ ഫസ്റ്റ് എന്തോ നടക്കുന്നുണ്ട്, അങ്ങനെ കിട്ടിയത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ 2 വീഡിയോ ഇന്ന് ഇവിടെ എടുത്ത്, പിന്നെ നമ്മൾ ഒരു സ്റ്റാഫിന് ഇവിടുന്ന് വയനാട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ സ്റ്റാഫിൻ്റെ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അങ്ങനെ ലേറ്റായി. അപ്പോൾ എനിക്ക് കോയമ്പത്തൂർക്ക് പോകണം. കോയമ്പത്തൂർ 22-ന് ചെല്ലുന്ന വാക്ക് കൊടുത്തേനു, അവിടെ ഒരു വീഡിയോ എടുക്കാണ്ട്. പക്ഷെ നാളെ ഒരാൾ വയനാട് എത്തുകയും ചെയ്യും. അപ്പോൾ ഇന്ന് രാത്രി കോയമ്പത്തൂർ ഞാൻ വെച്ച് ഊട്ടി വഴി നൈസായിട്ട് പോകാമെന്ന്. പിന്നെ ഇവിടെ രാത്രി നിന്നാൽ നാളെ ഒരാളെ വീഡിയോ കൂടിയും കിട്ടും. അപ്പോൾ എന്തെങ്കിലും ആട്ടെ നേരിച്ച് ഇവിടെ റൂം എടുത്തതാണ്. ഒരു കുപ്പി വെള്ളം പോലും കുടിക്കാൻ ഇവിടുന്ന് വാങ്ങാൻ നിർത്താനായിക്കില്ല, ബ്ലോക്കും കാര്യമായിട്ട്. പഴിച്ചിട്ട് കണ്ണ് കാണുന്നില്ല. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങാൻ, എന്നിട്ട് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് നല്ലോണം കിടന്ന് ഉറങ്ങും. ഇവിടെ വൈഫൈ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യാനും നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് പോകാമെന്നാൽ. പിന്നെ രസമാണ് എന്നൊന്നും, ഇതൊരു രസവുമാണ്. പിന്നെ ചില സമയത്ത് നമ്മൾ കൺഫ്യൂസ്ഡ് ആവുകയും ചെയ്യും, എവിടെയാണ് പോകേണ്ടത് വീഡിയോ എടുക്കാൻ. കാരണം ചിലരെല്ലാം ക്യാൻസൽ ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ട്. വീഡിയോ എടുക്കാൻ വാന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യുന്നവരും, നമ്മൾ തയ്യാറായി അവിടെ എത്തുമ്പോൾ അല്ലെങ്കിൽ വരുന്നുണ്ട് നാളെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ അമ്മായിൻ്റെ കുഞ്ഞമ്മേൻ്റെ മോളെ കല്യാണം ഉണ്ട് നാളെ പറ്റൂല കേട്ടോ എന്ന് പറയും. അങ്ങനെയൊക്കെ മിസ്സാകുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ സന്തോഷ വാർത്ത, അവർ 2 കല്യാണം റെഡിയായി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വേറെ വീഡിയോ അതിൻ്റെതായിട്ട് ഇടുന്നുണ്ട്. ചെറുതായിട്ട് ഇതിൽ പറയാം, കോന്നിയിലുള്ള ഒരു വിൽസാട്ടൻ്റെതും പിന്നെ അതുപോലെ വേറെ ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ. പിന്നെ നമ്മളൊരു 18 വയസ്സായ പെൺകുട്ടീനെ ഇട്ടിരുന്നു. ആ കുട്ടീനെ കല്യാണം റെഡിയായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പറയാം. ഞാനൊന്ന് ഇവിടുന്ന് ഇറങ്ങി ഫുഡ് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ, നമുക്കിറങ്ങാം. അപ്പോൾ ഗൈസ്, ഫുഡ് കഴിച്ച് എന്താ പറയണ്ടേ, ഏടെ കുറയാനാ മക്കളെ തടി. വീർക്കുവാന്നല്ലാണ്ട് ഇത് കുറയുമെന്ന് തോന്നുന്നില്ല. കാരണം രാത്രി ഞാനിപ്പോൾ 2 ചപ്പാത്തിയോ ലേശം ബാജിയാറ്റം തിന്നാന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പക്ഷേ ആടെ ഒരു സിഗ്നൽ ഉണ്ടായിരുന്നു, വെറുതെ അവിടെ പോയി കറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവിടെ കാര്യതേനു. നോക്കുമ്പോൾ ഇവിടെ അൽഫാമോ ഇതൊക്കെ ഉള്ളൂ. ലേശം അൽഫാമും ഒരു 2 റുമാൽ റൊട്ടിയും തിന്ന് അന്നേരം ഇടത്തോട്ടേക്ക് തിരിഞ്ഞേരണ്ട. ആടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് കൂൾ ഡ്രിങ്ക്സ് രക്ഷയില്ല. എന്തെങ്കിലും ആട്ടെ എന്ന് വിചാരിച്ചൊരു മൗണ്ടൻ ഡ്യൂ കുടിച്ച് ഉണ്ടായിരുന്നു. തിന്ന് കഴിഞ്ഞാലോ വിചാരിക്കാം പട്ടിണി അങ്ങ് കിടന്നാലും മയ്യേനു അല്ലേ. ഇതെങ്ങനെയാന്ന് കുറക്കുക പഠിച്ചോന്നറിയാം. അപ്പോൾ പോയിട്ട് വരുന്നത്, ഞാൻ നേരത്തെ ഒരു കുപ്പി വെള്ളം വാങ്ങിക്കേനു വണ്ടിയിലൊക്കെ. അന്നേരം അവിടെ ഉള്ളൊരു മൂപ്പർ കണ്ടിട്ട്, വണ്ടി നിങ്ങൾ പോയോ, നിങ്ങളൊരു കുപ്പി വെള്ളവും വാങ്ങി പോകുന്നാണ്ട് അതിൻ്റെ ഇപ്പുറത്ത് എൻ്റെ പോരാ, ഞാൻ ഇതുവരെ പെണ്ണ് കെട്ടിക്കില്ല, ഒന്ന് നിങ്ങളെ കാണ്ടീനു എന്ന് പറഞ്ഞ് വിളിച്ചിക്ക്. അപ്പോൾ മൂപ്പറൊന്ന് കാണട്ടെ, ക്ലയൻറ്റിനൊന്ന് കാണട്ടെ, പറ്റിയ വീഡിയോ എടുക്കാം. ഇല്ലെങ്കിൽ ഒന്ന് ആളോട് വീഡിയോൻ്റെ പിന്നെ പ്രത്യേകതകളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കാം. ബ്രോ ആപ്പെല്ലാം ഒന്ന് ഡൗൺലോഡ് ചെയ്യുന്നെല്ലാം പറയാം അല്ലേ. എന്നാൽ പിന്നെ പോട്ടെ റൂമിലേക്ക് യാള. അപ്പോൾ ഗൈസ്, ആദ്യം ഞാൻ പറഞ്ഞു നോക്കിക്ക് ചെറിയോനോട്, നല്ലൊരു ചെറിയോൻ കേട്ടോ. വാടക എല്ലാം കിട്ടുവാനുണ്ട്, അതുപോലെ തന്നെ നല്ല പണിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ലൊരു സുമുഖ വീഡിയോ ചെയ്താൽ എന്തായാലും പെട്ടെന്ന് തന്നെ കല്യാണം നടക്കും. ഒരു 39 വയസ്സേ ഉള്ളൂ. മോനെ നല്ല ബുദ്ധി തോന്നിയിട്ട് എടുക്കാൻ മനസ്സ് കാണിച്ചാൽ രാവിലെ വിളിക്കാൻ പറഞ്ഞിക്ക് നോക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ വിളിക്കട്ടെ. അപ്പോൾ റൂമിലെത്തി സീറ്റ് ബെൽറ്റും കഴിച്ച് റൂമിലേക്ക് വിടട്ടെ. നിന്നുണ്ട് വിളിക്കുന്നു എൻ്റെ ഓള്, ഫോണൊന്ന് എടുത്തോക്കട്ടെ.